സമാധാന ഉച്ചകോടിയിലൂടെ ഇസ്രായേൽ ഗാസ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കരുതുമ്പോഴും ഗാസ വിട്ടു നൽകാൻ ഹമാസ് തയ്യാറാകുമോ എന്ന സംശയം ബലപ്പെടുകയാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഗാസയിലെ ഹമാസിന്റെ ഇടപെടലുകളാണ് ഈ സംശയത്തിന് ആധാരം. ഗാസയുടെ തെരുവുകളിൽ ഹമാസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വെടിനിർത്തലിന് ശേഷം ഗാസയിൽ സംഭവിക്കുന്നതെന്താണ്? ഹമാസിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാമോ? വിശദമായി നോക്കാം. ഗാസയുടെ തെരുവുകളിൽ ഹമാസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടതിന്റെയും അതിനെ എതിർത്ത് പോരാടിയ 3 സായുധ സംഘങ്ങളിൽ 2 നിശബ്ദരാകുന്നുവെന്നതുമാണ് അവിടെ നിന്നുമുള്ള പുതിയ വാർത്തകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ തെരുവുകളിൽ മുഖംമൂടി ധരിച്ച പുരുഷന്മാർ കാണപ്പെട്ടു. ചിലർ യൂണിഫോമിലും ഭൂരിഭാഗം സിവിലിയൻ വസ്ത്രങ്ങളിലുമായാണ് കാണപ്പെട്ടത്. ചിലർ മധുരപലഹാരം വിതരണം ചെയ്തു. ചിലർ മറ്റുള്ളവർക്ക് കാവൽ നിൽക്കുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 24 മണിക്കൂറിനുള്ളിൽ ഹമാസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ദൃശ്യങ്ങൾ ഇവയാണ്. ഒപ്പം സുരക്ഷാ സേനയെ സ്ട്രിപ്പിലുടനീളം വിന്യസിച്ചതായി അവകാശപ്പെടുന്ന ഹമാസ് പോലീസിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. ഗാസ സിറ്റിയിൽ ഹമാസും ദുഖ്മുഖ് കുടുംബത്തിലെ സായുധാംഗങ്ങളും തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടി. ഈ ഏറ്റുമുട്ടലിൽ 27 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. എൻക്ലേവിലെ പ്രധാന ഇസ്രായേലി പ്രവർത്തനം അവസാനിച്ചതിനു ശേഷമുണ്ടായ ഏറ്റവും അക്രമാസക്തമായ ആഭ്യന്തര ഏറ്റുമുട്ടലുകളിൽ ഒന്നാണ് ഇത്. നഗരത്തിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം മുഖംമൂടി ധരിച്ച ഹമാസ് തോക്കുധാരികൾ വംശീയ പോരാളികളുമായി വെടിയുതിർത്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. വാരാന്ത്യത്തിൽ ഗാസ നെറ്റ്വർക്കുകൾ ആയുധധാരികളായ മുഖംമൂടി ധരിച്ച ഒരാൾ താമസക്കാരനെ കാലിൽ വെടിവെക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇസ്രായേലുമായി സഹകരിച്ചവരോ മാനുഷിക സഹായം തേടിയവരോ ആയവർക്കെതിരെ യുദ്ധത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഇത്. അതേസമയം ഖാൻ യൂനിസിൽ ഹമാസിനെതിരെ പോരാടിയ ഒരു സായുധ സംഘടനയിലെ നേതാവ് ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞത് ഹമാസ് തീർന്നു എന്നാണ്. ഹമാസ് യഥാർത്ഥത്തിൽ സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിൽ, അവർക്ക് യഥാർത്ഥ ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ സിവിലിയൻ വസ്ത്രങ്ങളിലും മുഖംമൂടി ധരിച്ചും പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നാണ് പറഞ്ഞത്. 5-10 പേർ ഒരേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു. അതവർ ചിത്രീകരിക്കുന്നു. അവിടെ ഉണ്ടെന്ന് അവർ നടിക്കുകയാണ്. എന്നാൽ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് സംസാരിച്ച മറ്റുള്ളവർ പരിമിതമായ ശേഷിയിലാണെങ്കിലും ഹമാസ് ഗാസയിലെ തെരുവുകളിലേക്ക് മടങ്ങി വരുന്നതായി സ്ഥിരീകരിച്ചു. രാജ്യം വീണ്ടും ഹമാസിന്റെ ഭീകരഭരണത്തിലേക്ക് മടങ്ങി വരുമെന്ന ഭയവും അവർ പ്രകടിപ്പിച്ചു. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസ ആര് ഭരിക്കുമെന്ന് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ പരാമർശിക്കുന്നില്ല. ഹമാസിനെയോ പലസ്തീൻ അതോറിറ്റിയെയോ ഒരു പങ്കും വഹിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലസ്തീൻ അതോറിറ്റിയുമായുള്ള സംഭാഷണത്തിൽ നിന്ന് ഉയർന്നുവരുന്ന ഒരു പലസ്തീൻ സാങ്കേതിക സംഘടനയെ അംഗീകരിക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഹമാസ് ആയുധം താഴെവെക്കില്ലെന്ന് നിരവധി ഹമാസ് വക്താക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹമാസ് പോലീസ് ഇപ്പോഴും ഗാസയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഗാസ മുനിസിപ്പാലിറ്റികൾ ഇപ്പോഴും ഹമാസിന്റെ നിയന്ത്രണത്തിലാണ്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും സിവിലിയൻ സഞ്ചാരത്തിനായി റോഡുകൾ വീണ്ടും തുറക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഗാസ നഗരത്തിലെ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ ഖത്തറിന്റെ അൽ അറബി ടിവിയോട് സംസാരിച്ച ഒരു ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗാസ നിവാസികൾക്ക് സംരക്ഷണം അനുഭവപ്പെടുന്നതുവരെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുക എന്നതാണ് അടിസ്ഥാന ദൗത്യം. ബുദ്ധിമുട്ടുകളിൽ നിന്നും തടസ്സപ്പെട്ട റോഡുകളിൽ നിന്നും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരിൽ നിന്നും സംരക്ഷണം നൽകും. ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരിൽ നിന്ന് ആയുധം കണ്ടുകെട്ടുകയാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ മറ്റൊരു ജോലി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സന്ദേശങ്ങൾ എത്തിക്കുകയും തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു ഹമാസ്. ഹമാസിന്റെ പുനർവിന്യാസം സ്ട്രിപ്പിന്റെ ഭൂരിഭാഗവും വ്യാപിച്ചിട്ടുണ്ടെന്ന് ഒരു ഓഫീസർ അവകാശപ്പെട്ടു. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ സ്ഥലങ്ങളിൽ ഹമാസ് തമ്പടിക്കുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തൽ കരാറിന് തൊട്ടുമുൻപ് ഗാസയ്ക്കുള്ളിൽ നിരവധി സായുധ സംഘങ്ങൾ ഹമാസിനെതിരെ പോരാടുകയായിരുന്നു. അവയിൽ 2 പ്രവർത്തിച്ചത് ഇസ്രായേലിന്റെ സഹായത്തോടെയായിരുന്നു. യാസർ അബു ഷബാബിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ റഫയിലും മറ്റൊന്ന് ഹുസാം അൽ അസ്തലത്തിന്റെ കീഴിലുള്ള ഖാൻ യൂനിസിലുമാണ്. ഓൺലൈനിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് വടക്കൻ ഗാസയിലെ ജബാലിലിയയിലും ബെയ്ത്ത് ലാഹിയയിലും 3ാമത്തെ ഒരു സായുധ സംഘം സജീവമാണെന്നാണ്. ഗാസ സിറ്റി നിവാസിയായ അഷ്റഫ് അൽ മാൻസിയാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് പറയപ്പെടുന്നു.
ഇസ്രായേലുമായുള്ള ബന്ധം വ്യക്തമല്ലെങ്കിലും അബു ഷബാബിന്റെ ഗ്രൂപ്പിലെ ഒരു മുതിർന്ന വ്യക്തി ടൈംസ് ഓഫ് ഇസ്രായേലിനോട് സ്ഥിരീകരിച്ചത് അൽ മാൻസിയുടെ വിഭാഗം വടക്കൻ ഗാസയിൽ പോപ്പുലർ ഫോഴ്സിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. ഖാൻ യൂണിസിലെ അൽ അസ്തലിന്റെ ഗ്രൂപ്പിന് സമാനമായ മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വെടിനിർത്തലിന് ദിവസങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ ഖാൻ യൂണിസിലെ അൽ മവാസി പ്രദേശത്ത് ഇസ്രായേൽ സഹായത്തോടെ അൽ അസ്തലിന്റെ പോരാളികൾ ഹമാസുമായി പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു. പരസ്യമായി അവർ നടത്തുന്ന ഇത്തരത്തിലുള്ള ആദ്യ ഏറ്റുമുട്ടലായിരുന്നു അത്. ഗാസയിലെ തെരുവുകളിലേക്കുള്ള ഹമാസ് പ്രവർത്തകരുടെ തിരിച്ചുവരവ് ഇപ്പോൾ ഈ സായുധ സംഘങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. വെടിനിർത്തലിന് മുമ്പ് തന്നെ ഹമാസ് അവരെ വേട്ടയാടുകയായിരുന്നു. ചില പ്രദേശങ്ങളിൽ നിന്ന് IDF പിൻവാങ്ങിയതോടെ ഹമാസിന് പരസ്യമായി പ്രവർത്തിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചു. ആഭ്യന്തര സുരക്ഷയും സൈനിക വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഉൾപ്പെടെയുള്ള ഹമാസ് സുരക്ഷാ സേന ജബാലിയയിലും ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും വീണ്ടും വിന്യസിച്ചിട്ടുണ്ടെന്ന് സൗദി ദിനപത്രമായ അർഷഖ് അൽ ഔസത്ത് റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ പ്രകാരം ഇസ്രായേൽ പിൻവാങ്ങിയ പ്രദേശങ്ങളാണ് ഇവ. റിപ്പോർട്ട് അനുസരിച്ച് ഹമാസ് പോരാളികൾ അവിടെ സായുധ സേനാംഗങ്ങളെ പിന്തുടരുകയും അറസ്റ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ നിന്ന് മുമ്പ് പലായനം ചെയ്തവരും ഹമാസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഭയപ്പെടുന്നുണ്ട്. ഹമാസിന് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ടെന്നും ഇവർ പറയുന്നു. അതിനാൽ ഹമാസ് ഗാസ ഉപേക്ഷിച്ചു പോകില്ലെന്നും വിശ്വസിക്കുന്നവരാണ് അധികവും.